ഗൗരവും ഗ്രീഷ്മയും രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. രണ്ടുപേരും ജോലിക്കാരാണ്, ഒരേ മേഖലയിലാണ് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. ഗൗരവിന് മാനേജറിയൽ പോസ്റ്റാണ്, ഏകദേശം 2 ലക്ഷം രൂപയുടെ ശമ്പളമുണ്ട്. ഗ്രീഷ്മ ഒരു കമ്പനിയിലെ അസോസിയേറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ശമ്പളം ഒരു 30,000 രൂപയേ ഉള്ളൂ. ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയം, പ്രത്യേകിച്ച് ഈ ബർത്ത്ഡേ പോലുള്ള അവസരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. ഈ അവസരങ്ങളിൽ ഗൗരവിനെ സംബന്ധിച്ചോളം ഗൗരവ് വളരെ വിലയേറിയ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. തിരിച്ച് ഗ്രീഷ്മ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ അത്ര വിലപിടിപ്പുള്ളതല്ല. സാമ്പത്തികത്തിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഷോപ്പിങ്ങിന് പോകുമ്പം വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. അങ്ങനെ ആ അവസ്ഥ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു മൂർച്ഛന അവസ്ഥയിൽ ആണ് രണ്ടുപേരും എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിനായി എത്തുന്നത്. വീടൊന്ന് പുതുക്കി പണിയണോ അതോ ഒരു ട്രിപ്പിന് പോകണോ? കുട്ടിയെ ബേബി സിറ്റിങ്ങിലാക്കണോ അതോ അച്ഛൻ നോക്കുമോ അമ്മ നോക്കുമോ? കുട്ടിയെ അടുത്തുള്ള സ്കൂളിൽ അയക്കണോ അതോ ഏതെങ്കിലും ഇൻ്റർനാഷണൽ സ്കൂളിൽ അയക്കണോ? ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയൊക്കെ അടുത്ത് താമസിക്കണോ അതോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി മറ്റ് നഗരങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ പോകണോ? എൻ്റെ പേര് ഡോക്ടർ OJ സ്കറിയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. അർത്ഥപൂർണമായ ശക്തമായ വിവാഹബന്ധങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള വീഡിയോ സീരീസിലെ 14ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ പരിചിതമാണ്. നിത്യജീവിതത്തിൽ നമുക്ക് ചെറുതും വലുതുമായ അനേകം തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴാണ് തീരുമാനം എടുക്കേണ്ടി വരിക? ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ്, ഒന്നിൽ കൂടുതൽ സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് നമുക്ക് തീരുമാനമെടുക്കേണ്ടി വരിക. അങ്ങനെ അനേകം സാധ്യതകളുള്ളതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക, അതാണ് യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കൽ. വസ്തുതാപരമായ കാര്യങ്ങളെ ആസ്പദമാക്കി മാത്രം എടുക്കേണ്ടുന്ന ഒന്നല്ല തീരുമാനമെടുക്കൽ. അവിടെ വിശ്വാസവും ബഹുമാനവും സഹവർത്തിത്വവും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുമിച്ച് തീരുമാനമെടുക്കാതിരിക്കുക. എപ്പോഴും ഒരാൾ തീരുമാനമെടുക്കുന്നതിൽ ഡൊമിനേറ്റ് ചെയ്യുക, ഇവ രണ്ടും അനാരോഗ്യകരമായ പ്രവണതയാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്നതിനർത്ഥം തർക്കങ്ങളില്ലാത്ത ബന്ധങ്ങൾ എന്നല്ല, മറിച്ച് ബഹുമാനത്തോടെ കണ്ടും കേട്ടും പരസ്പരം ആദരവോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഇടമാണ്. ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ആദ്യത്തേത് ക്രിസ്റ്റൽ ക്ലാരിറ്റി. ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? പ്രശ്നം എന്താണെന്ന് അറിയുക എന്നുള്ളതാണല്ലോ. പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. വ്യക്തമായി പ്രശ്നത്തെ നിർവചിക്കുക, കൃത്യമായി പ്രശ്നത്തെ നിർവചിക്കുക. പ്രശ്നം അതെന്ത് തന്നെയാണെങ്കിലും, പണവുമായി ബന്ധപ്പെട്ടുള്ളോ, പേരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളോ, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ളോ എന്തുവാണെങ്കിലും വൈകാരികപരമായി അതിനെ കാണാതെ, അല്ലെ വൈകാരികതയ്ക്കപ്പുറം ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് വിജയിക്കുന്നത്. രണ്ടാമതായി, അഭിപ്രായത്തിനപ്പുറം കാഴ്ചപ്പാടുകൾ അറിയുക. ഒരാളുടെ അഭിപ്രായത്തിന് പിന്നിൽ തീർച്ചയായിട്ടും അയാളുടെ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെ അറിയാൻ ശ്രമിക്കുക. മൂന്നാമതായി, സാധ്യതകൾ ഒരുമിച്ച് കണ്ടെത്തുക. സാധ്യതകളുടെ പട്ടികയിൽ രണ്ടുപേരുടെയും സംഭാവനകൾ ഉള്ളപ്പോൾ അത് ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവമായി മാറും. അവിടെ പങ്കാളിത്തത്തിൻ്റെ മാതൃക ദൃശ്യമാകും. ഒരുമയുടെയും സ്വരുമയുടെയും സ്വരം അവിടെ നിഴലിക്കും. നാലാമതായി, ഓരോ സാധ്യതകളുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുക. നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ വൈകാരികതയുടെ ഒരു തലമുണ്ട്. അത് തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കോൺസിക്വൻസസ്, അത് തീർച്ചയായിട്ടും അവലോകനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ചിലപ്പോൾ പങ്കാളിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാം. മറ്റു ചിലപ്പോൾ ചില വിയോജിപ്പുകളോടെ യോജിക്കാം. ചില അവസരങ്ങളിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ചില അവസരങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. ആരോഗ്യകരമായ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതെന്തെല്ലാം നമുക്ക് നോക്കാം. നിശബ്ദമായ ത്യാഗം. ഒരാൾ സ്ഥിരമായി വിട്ടുകൊടുക്കുക, വിട്ടുവീഴ്ച ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുക, അത് നീരസത്തിന് കാരണമാകും. അത് സാവധാനം പക കൂടുന്നതിനിട വരുത്തും. അധികാര വടംവലി. ഞാനാണ് കൂടുതൽ പൈസ സമ്പാദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കണം. ഇത് ദമ്പതികൾക്കിടയിൽ ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അനാരോഗ്യകരമാണ്. ഒഴിവാക്കുക. തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഒരു പങ്കാളിയെ ഒഴിവാക്കുക, തഴയുക, അത് തീർച്ചയായിട്ടും വളരെ അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ട്രൂ മെച്യൂരിറ്റി ഈസ് ഇൻ നെഗോഷിയേഷൻ, നോട്ട് ഇൻ ഡൊമിനേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.